ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന യെസ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ യെസ് ബാങ്ക് നോക്കിയാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ് ബാങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2017-18 സമയത്ത് ഉണ്ടായ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ബാങ്കിന്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 2020 ആ ഒരു സമയമായപ്പോഴത്തേക്ക് അവർ GNPA കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 18-20% എത്തുകയാണ്. അതുപോലെ NNPA നോക്കിയാൽ ഏകദേശം 5-6% NNPA ഗ്രോ ചെയ്തിരുന്നു. ബാങ്കുകളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, GNPA 20 എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ NNPA ആണെങ്കിൽ 5-6% ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ബാങ്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ അവർ അസറ്റ് ക്വാളിറ്റി ഇത്രയും മോശമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഈ പറഞ്ഞ കൊടുത്ത ലോണുകൾ അത് റിക്കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അവർ മെയിൻ ആയിട്ട് അവർക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഈ ബാങ്കിനുണ്ടായ ക്രൈസിസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞ് നീട്ടുന്നില്ല. ബാങ്ക് അങ്ങനെ ഒരുപാട് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവർക്ക് ക്യാപിറ്റൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ RBI ഇടപെടുകയും RBI പിന്നെ SBI അടക്കമുള്ള ബാങ്കുകളെ കൂട്ടി ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ട് അവരായിരുന്നു ഈ ഒരു ബാങ്കിനെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയാൽ അവിടെ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഒരു ബാങ്ക് മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ പോകുമ്പോഴത്തേന് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ അവർ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം. അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓൾറെഡി ഉള്ള ബാഡ് ലോൺസിന്റെ ഒക്കെ കളക്ഷൻസും കാര്യങ്ങളും ഇംപ്രൂവ് ആക്കണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ലോണിന്റെ റിക്കവറി കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് ചെയ്യണം. സോ ആ ഒരു കാര്യത്തിലേക്കായിരിക്കും ബാങ്കിന്റെ ഫോക്കസ് മുഴുവനും. ആ ഒരു ഫേസിലായിരുന്നു ബാങ്ക് കഴിഞ്ഞ ഒരു 4-5 വർഷം നോക്കിയാൽ 2020 ശേഷമുള്ള കഴിഞ്ഞ ഒരു വർഷം വരെ നോക്കിയാൽ അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആ ഒരു ഫേസ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അതിന്റെ എൻഡിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്കുള്ള സമയം നോക്കിയാൽ ഏകദേശം 400 രൂപ വരെ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടായിരുന്ന സ്റ്റോക്കിന്റെ പ്രൈസ് 10 രൂപ വരെ താഴ്ന്നു പോയിട്ടുണ്ട്. 400 നിന്ന് 10 വരെ, അതായത് ഏകദേശം 98% സ്റ്റോക്കിന്റെ പ്രൈസിൽ ഡീഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ്. ഈ സ്റ്റോക്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു 100% വരെയൊക്കെ ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 400 ഉണ്ടായിരുന്ന സ്റ്റോക്ക് 200 എന്ന് പറഞ്ഞുകൊണ്ട് 50% താഴേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തവർക്കും ഏകദേശം 95% അവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100 രൂപയിലെത്തിയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്കും നല്ല രീതിയിൽ ക്യാപിറ്റൽ പോയിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് 2017-18 ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ഭൂരിഭാഗം ആൾക്കാർക്കും കാശ് നഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. സോ അവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ബാങ്കിന്റെ സ്ട്രക്ചറിൽ അവർക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവർ അസറ്റ് ക്വാളിറ്റി അവർക്ക് പഴയ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അതേ പഴയ ലെവലിൽ എന്നല്ല പറയേണ്ടത്, നോർമലി നല്ല അസറ്റ് ക്വാളിറ്റി ഉള്ള ബാങ്കുകളുടെ ആ ഒരു ലെവലിലേക്ക് അവർ അസറ്റ് ക്വാളിറ്റി എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 18-20 ഉണ്ടായിരുന്ന GNPA അവിടെ ഇവർക്ക് ഇപ്പോൾ 1.3% ആയിട്ട് കുറച്ചുകൂടി വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ മേജർ ആയിട്ടുള്ള ബാങ്കുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മിക്കവാറും ബാങ്കുകളുടെ എല്ലാം വരുന്നത്. സോ ആ ഒരു റേഞ്ചിലേക്ക് അവർക്ക് അതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ NNPA നോക്കിക്കഴിഞ്ഞാൽ 0.2% ആയിട്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് NNPA കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റി. അവരുടെ ബുക്കിനെ അവർ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അവർക്ക് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഗ്രോത്ത് ആണ് വരേണ്ടത്. ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ലോൺ ബുക്കിൽ ഡിപ്പോസിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിപ്പോസിറ്റ് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം ഈ ഒരു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു പയ്യെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിസ്ബഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിംസിൽ കാര്യങ്ങളിലൊക്കെ ഇംപ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 2020-2025 വരെയുള്ള സമയത്ത് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇവർ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നോർമലായിട്ട് ഇവരുടെ ഡിസ്ബഴ്സ്മെന്റിന്റെ പേസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നു. അതായത് പുതിയതായിട്ട് ലോൺ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞു, ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കുറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബാങ്കുകൾക്ക് നോർമലി RBI ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവർ 40% PSL മെയിൻ ചെയ്യണം, അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ മോർഗേജിലേക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോണുകളോ എഡ്യൂക്കേഷൻ ലോണുകളോ ആ ഒരു രീതിയിൽ പ്രയോറിറ്റി സെക്ടറിൽ 40% അവർ ലോൺ ലെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഇവർ ആദ്യത്തെ സമയത്ത് ഇവരുടെ ക്രൈസിസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ കോർപ്പറേറ്റ് ബുക്കിലായിരുന്നു. അതായത് ഇപ്പം നോർമലി ബാങ്കുകൾ ലോൺ കൊടുക്കാത്ത കമ്പനികളുണ്ടല്ലോ, ഇപ്പം റിലയൻസിന്റെ നമ്മുടെ അനിൽ അംബാനിയുടെ റിലയൻസ്, ആ ഒരു രീതിയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഒന്നും അത്ര ഇല്ലാത്ത ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിരുന്നു ഇവർ കൂടുതലായിട്ട് ലോൺ കൊടുത്തിരുന്നത്. ആ ഒരു രീതിയിൽ കോർപ്പറേറ്റ് ലോൺ ആയിരുന്നു മജോറിറ്റി ചെയ്തിരുന്നത്. അതിനുശേഷം ക്രൈസിസ് വന്ന സമയത്ത് ഇവർ ലോൺ പുറത്തേക്ക് കൊടുക്കുന്ന കുറച്ചു. അതിന് കൂടെ തന്നെ ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന്റെ നോംസ് അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് 40% അവർക്ക് പ്രയോറിറ്റി സെക്ടറിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പല ബാങ്ക് എത്താറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്യുന്ന 2 ഓപ്ഷൻ അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ വേറെ ബാങ്കുകൾ ഈ പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ്ങിന് അവരുടെ നോംസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാവും. സോ അവർ എക്സ്ട്രാ ചെയ്തവരുണ്ടാവും. അപ്പോൾ 40% ചെയ്യേണ്ടതിന് മുകളിൽ ചിലപ്പോൾ 50-60% ചെയ്തവരുണ്ടാവും. അത് പ്രത്യേകിച്ച് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കൊക്കെയാണ്. കാരണം അവർ കൂടുതലായിട്ട് റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അവർക്ക് നല്ല കൂടുതലായിരിക്കും. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് അവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. PSLC എന്ന് പറയും. ഒന്നെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ചെറിയ ഫീ ഇൻകം അവർക്ക് കിട്ടും. അതാ ബാങ്ക് സെല്ല് ചെയ്യുന്ന ബാങ്കിന് ഒരു ഫീ ഇൻകം കിട്ടും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഫീ ഇവർക്ക് നഷ്ടമാണ്. സോ ഒന്നെങ്കിൽ ആ രീതിയിൽ ഇവർക്ക് പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ്ങിന്റെ ആ ഒരു നോംസ് ഇവർ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നബാർഡിലോ അല്ലെങ്കിൽ സിഡ്ബിയിലോ അതല്ലെങ്കിൽ NHBയിലോ നാഷണൽ ഹൗസിംഗ് ബാങ്കിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇപ്പം നബാർഡിലാണെങ്കിൽ RIDF എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. ഈ PSL ലോൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫണ്ട് ഇവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഈ 2 ഓപ്ഷനുള്ള ഒന്നെങ്കിൽ ഇവർ PSLC വേറെ ബാങ്കുകളിൽ നിന്ന് മേടിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നബാർഡിലൊക്കെ അവരുടെ അതിന്റെ റൂറൽ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് ഇവർ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒന്ന് PSLC മേടിക്കുന്ന സമയത്ത് വെച്ചാൽ ഇവർ ഫീ ആണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ പറഞ്ഞ പ്രയോറിറ്റി ലെൻഡിങ് ചെയ്യാത്തതുകൊണ്ട് ഇവർക്ക് ഒരുപാട് എമൗണ്ട് ഉണ്ട്. ഏകദേശം 44,000
കോടിയോളം രൂപ ആ ഒരു രീതിയിൽ അവർക്ക് ലെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു 2023 ആ ഒരു സമയത്ത് FY23. സോ അത്രയും വലിയ എമൗണ്ട് ഇവർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഫീ ഇൻകം ഒരു 1% 2% ഒക്കെ ആണെങ്കിൽ പോലും അത് വലിയൊരു എമൗണ്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് കൊടുക്കുന്നവർക്ക് അത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നബാർഡ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇവർ ഫണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാപിറ്റൽ അവിടെ സ്റ്റക്കാണ്. അതിലെന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല. 2, 3, 4% അതൊക്കെയാണ് മാക്സിമം അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇവർ PSL കൊടുത്തിരുന്നെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ കൊടുത്ത ഇപ്പോൾ MSME ലോണോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോണോ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് 10, 12, 13, 14% വരെ റിട്ടേൺ കിട്ടുന്നതിന് പകരം ഇവിടെ 2-3% മാത്രമാണ് അവിടെ കിട്ടുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവർ ഞാൻ പറഞ്ഞില്ല അസറ്റ് ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി. സോ ആ ഒരു രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ലോണുകൾ കൊടുത്തിട്ട് ആ ലോണിൽ വീണ്ടും അസറ്റ് ക്വാളിറ്റി പാടാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരുടെ ബുക്ക് കാര്യങ്ങളൊക്കെ പിന്നെ മോശമാനേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈൽഡ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൂടാതെ തന്നെ ഇവർക്ക് ഇപ്പം ബാങ്ക് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇവർ ഫണ്ട് റേസ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ബാങ്കിന്റെ ഒരു ക്രെഡിബിലിറ്റി കാര്യങ്ങളിലൊക്കെ ഇച്ചിരി മോശമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ആളുകൾ അതിലേക്ക് SB അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ FD കാര്യങ്ങളൊക്കെ ഇടുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ആളുകളും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ അതും ഈ ഒരു രീതിയിൽ ഗ്രോത്ത് വരില്ല. അപ്പോൾ ടോട്ടൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടും. കോസ്റ്റ് ഓഫ് ബോറോയിങ് അത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ സ്പ്രെഡ് കാര്യങ്ങൾ പറയും, നിംസ് കാര്യങ്ങളൊക്കെ താഴേക്ക് പോകും. അതായത് മൊത്തത്തിൽ കമ്പനിയുടെ മാർജിൻസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ബാങ്ക് മൊത്തത്തിൽ നിന്നിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. ഒരു മേജർ ജപ്പാനീസ് ബാങ്ക് ആയിട്ടുള്ള SMBC ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അവരുടെ ഇപ്പോൾ മേജർ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രൊമോട്ടർ എന്ന് പറയുന്നത് SMBC ആണ്. അവർ ഏകദേശം 25% സ്റ്റേക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്പനിയിൽ. അവർ ഈ പറഞ്ഞ കൺസോർഷ്യം ഉണ്ടാക്കിയിരുന്നില്ല, SBIയും HDFC ഒക്കെ കൺസോർഷ്യം ഉണ്ടാക്കി. അതിൽ നിന്ന് ഏകദേശം 20%ഓളം ഫണ്ട് അവരുടെ നിന്നാണ് ഇവർ മേടിച്ചിരിക്കുന്നത്, അത് ഷെയർ മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇവർ അല്ലാതെയാണ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 24-25% അവരിപ്പോൾ ഈ പറഞ്ഞ ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എസ് ബാങ്കിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരാണ് ഇപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊമോട്ടർ എന്ന് പറഞ്ഞത്. അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം അത്രയും വലിയൊരു ബാങ്ക് ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഈ കമ്പനിയുടെ ഇപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് ഇവർക്ക് നല്ല കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിൽ നല്ല ഫണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ ഇപ്പോൾ കാസ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കറണ്ട് അക്കൗണ്ട് സേവിംഗ് കൊണ്ട് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 35% അവർക്ക് കാസ റേഷ്യോ ഉണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 12% അവരുടെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്തിട്ടുണ്ട്. അവർ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 11% ആണ് അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഉള്ളത്. അതുപോലെ തന്നെ അതേ റേറ്റിൽ തന്നെ അതിന് മുകളിൽ തന്നെ ഡെപ്പോസിറ്റ് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് നല്ല രീതിയിൽ കുറയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന്റെ കാര്യം, ആ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവർ ഓവർകം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറും അതിന് മുമ്പിലത്തെ ഫൈനാൻഷ്യൽ ഇയറിലൊക്കെ അവർക്ക് PSL നോംസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ എക്സ്ട്രാ ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം 44,000 കോടിയോളം രൂപ ഉണ്ടായിരുന്ന ഏകദേശം 27,000-22,000 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ RIDF-ലൊക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഈ പറഞ്ഞ 27,000-22,000 കോടിയായിട്ട് കുറഞ്ഞിട്ടുള്ളത്. അത് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ക്യാപിറ്റൽ അവിടെ നിന്ന് ഇവർക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് അത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ ലോണുകളിലേക്ക് കൊടുക്കാനായിട്ട് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ സ്പ്രെഡ് കാര്യങ്ങളൊക്കെ വീണ്ടും ഇൻക്രീസ് ചെയ്യും. അതായത് നിംസ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വർഷങ്ങളിലൊക്കെ ഇവരുടെ നിംസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഫുൾ ഇയറിൽ 2.6% ആണ് അവരുടെ നിംസ് എന്ന് പറയുന്നത്. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു Q4 മാത്രം നോക്കിയാൽ 2.7 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ ഇപ്പോൾ ഇവർ ഇതേ ലെവലിലുള്ള ബാക്കിയുള്ള ബാങ്കുകൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ HDFC ആണെങ്കിലും ICICI ആണെങ്കിലും ആക്സിസ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ നിംസ് എന്ന് പറയുന്നത് 4 മുകളിലായിട്ടാണ്. HDFC ആണ് അതിൽ താഴെ നിൽക്കുന്നത്. 3.5 3.6 നിൽക്കുന്നത് HDFC മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ 4 മുകളിലായിട്ടാണ് നിംസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കും ഈ 3.5 4 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു രീതിയിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കാര്യങ്ങൾ കുറയുന്നതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ നിംസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. നിംസിൽ ഇമ്പ്രൂവ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ROE ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ തന്നെ നോക്കിയാൽ ഈ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്ത് അവർ ഏകദേശം ROE 1 എത്തിയിട്ടാണ്. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ 0.8 ആണ് അവരുടെ ROE എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ ROE-ലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ROE എന്ന് പറയുന്നത് 1 മുകളിലുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നല്ലൊരു ഡയറക്ഷനിലേക്ക് ഇതിന്റെ എല്ലാ ഫിഗേഴ്സും മാറി നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഏകദേശം 11% ഈ ഒരു ക്വാർട്ടറിൽ വന്നിരുന്നത്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ നമുക്കൊരു അറൗണ്ട് 15% അറൗണ്ട് ആയിട്ടെങ്കിലും നമുക്ക് ലോൺ ബുക്കിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് തോന്നുന്നത്. മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ലോൺ ബുക്കിന്റെ ഗ്രോത്തിന്റെ കാര്യത്തിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും അവരിപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു ഗ്രോത്തിന്റെ ഫേസിലേക്ക് വഴി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അസറ്റ് ക്വാളിറ്റി ഒക്കെ അവരുടെ കൺട്രോളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇനി നല്ല രീതിയിൽ കുറയാനും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നിംസിലൊക്കെ നല്ല എക്സ്പാൻഷൻ, അത് നമ്മളിനി ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ നിംസിൽ എക്സ്പാൻഷൻ വരുന്നുള്ളത് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബാങ്കിനെ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ ഈൽഡ് അല്ലെങ്കിൽ ഇവരുടെ സ്പ്രെഡ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ നിംസിൽ ആ പറഞ്ഞ എക്സ്പാൻഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. നിംസിൽ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അസറ്റ് ക്വാളിറ്റി സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അസറ്റ് ക്വാളിറ്റി ഏതൊരു ബാങ്ക് ആണെങ്കിലും അതിന്റെ അസറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം പ്രോപ്പർ ആയിരിക്കണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ബാങ്കിലേക്ക് നോക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റി മെയിനായിട്ട് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നിംസിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ നോക്കണം. അതായത് ഇവർക്ക് എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട്. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 70% മുകളിലായിരുന്നു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ. ഇപ്പോൾ അത് 66-67% താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും വരുന്ന ക്വാർട്ടറിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം അത് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ബാങ്കിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇവരുടെ റീറ്റെയിൽ ലോൺ ബുക്കിൽ കൃത്യമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു കോർപ്പറേറ്റിലായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടെ നിന്ന് ഇപ്പോൾ റീറ്റെയിലേക്ക് ഇവർ കൂടുതൽ ഏകദേശം 46-47% റീറ്റെയിൽ ബുക്ക് ഉണ്ട്. സോ അതിൽ കൃത്യമായിട്ട് ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇപ്പോൾ ഡിസ്ബേഴ്സ്മെന്റ് ഒക്കെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 23% ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടുതലായിട്ട് പുതിയ ലോണുകൾ കൊടുക്കണം. കാരണം ഇവരുടെ ഫേസ് മാറുവാണ്. ഇനിയിപ്പോൾ അവർ അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യേണ്ട ഒരു ഫേസ് ആണ്. അപ്പോൾ അഗ്രസീവായിട്ട് ഗ്രോ ചെയ്തതിൽ പോലും ഇവർ ഗ്രോ ചെയ്യേണ്ട ഒരു ഫേസ് ആണ്. ഇവർ നേരത്തെ എങ്ങനെയാണ് ഇവർ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ അപ്പോൾ ഒരു നല്ല രീതിയിൽ ഗ്രോത്ത് വരണമെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റിൽ ഗ്രോത്ത് വരണം. ഒരു 23% ഈ ഒരു ക്വാർട്ടറിൽ ഡിസ്ബേഴ്സ്മെന്റിൽ ഗ്രോത്ത്. അതിൽ തന്നെ റീറ്റെയിൽ ബുക്കിൽ ഏകദേശം 47% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ വാല്യൂഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് 4-5 മുകളിലേക്ക് വരെ ഇവരുടെ പ്രൈസ് ടു ബുക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അവർക്ക് ഏകദേശം 1.3-1.2 ആ ഒരു റേഞ്ചിലാണ് അവരുടെ പ്രൈസ് ടു ബുക്ക് ഉള്ളത്. പക്ഷേ ഈ ഒരു 4-5 എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രൈസ് ടു ബുക്ക് കിട്ടാൻ ഈ ഒരു ബാങ്കിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ക്രെഡിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവർ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് പ്രൂവ് ചെയ്താലേ ഉള്ളൂ ഇവർക്ക് നല്ല പ്രൈസ് ടു ബുക്ക് കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരുടെ ഒരു ഇതേ രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന് എന്തായാലും ബാക്കിയുള്ള പീർസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 മുകളിലൊക്കെ നല്ല രീതിയിൽ അവർക്കൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു ബുൾ മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് 2 ഒരുപാട് മുകളിലേക്ക് പ്രൈസ് ടു ബുക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളതാണ് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകൾക്ക്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ മെട്രിക്കുകളിലൊക്കെ നല്ല ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുത്തിയാൽ അത്യാവശ്യം ഒരു റീ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത്. കാരണം വെച്ചാൽ ഈ ബാങ്കിൽ ഒരുപാട് റിസ്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റോക്കിനെ പഠിക്കുക, അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.